നമ്മളിനി പരസ്യമായി തന്നെ നമ്മൾ രംഗത്തിറങ്ങി അദ്ദേഹത്തിന്റെ ഇത്തരം ലഹരി കൂത്താട്ടങ്ങളൊക്കെ നമ്മൾ തടയാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിനൊക്കെയാണ് ഇത്തരം സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് തന്നെ. വേടൻ ഇനി പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞാല് അവിടെ വന്ന് കൊളമാക്കുമെന്നാണ് ശ്രീരാമസേന അങ്ങനെ എന്തോ ഒരു സേനയുടെ പേര് പറഞ്ഞ അവര് പറയുന്നത്. എന്റെ പൊന്നു മക്കള് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിൽക്കണ്ട. വേടൻ പാടും പറയും. ആ പറയുന്നതും പാടുന്നതും നിങ്ങൾക്ക് കൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാറിയിരുന്ന് മോങ്ങുക. അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ കൊണയടിച്ചു വരരുത്. തീട്ടം ബൈജുന് ഇന്റർവ്യൂ നിങ്ങൾ കൊടുത്തോളൂ, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ ഇത് ജനങ്ങൾ കാണുന്നുണ്ടെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. വേടൻ പറയുന്ന കാര്യങ്ങളും പാടുന്ന കാര്യങ്ങളും വളരെ കറക്റ്റായ കാര്യങ്ങളാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടല്ല, നിങ്ങളത് അറിയാത്ത ഭാവം നടിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെ തന്നെ ഒരു ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് തല്ലിയ കഥ നിങ്ങൾ കേട്ടാ? അത് ആദിവാസികളോടുള്ള അതിയായിട്ടുള്ള വെറുപ്പ് കാരണ. ചില നാറികൾ അങ്ങനെ തന്നെ, അവരോട് ഇപ്പോഴും വെറുപ്പുണ്ട്. ആ നിറത്തിനോട് വെറുപ്പുണ്ട്, അവരുടെ ജാതിയോട് വെറുപ്പുണ്ട്. ആ വെറുപ്പ് പ്രകടിപ്പിക്കുക ഇങ്ങനെ കുറെ നാറികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ബൈജുവിന് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തോളൂ, പക്ഷെ പൊട്ടത്തരങ്ങൾ എഴുന്നള്ളിക്കരുത്. കാരണം ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം ബൈജുവിന്റെ ഒരു നെകളിപ്പേ. വേടൻ എന്ന് പറയുന്ന ഈ കിരൺദാസ് എന്ന് പറയുന്ന ഈ ചങ്ങാതി ഇനിയും ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിന്റെ വശങ്ങളിലൂടെ അങ്ങനെയും അതല്ല ഇനി ഏതൊരു രീതിയിലാണെങ്കിലും വേടനെ തടയും എന്ന രീതിയിലേക്ക് തന്നെ ആൺകുട്ടികളുടെ സംഘടന എന്ന് ഉറക്കെ പറയേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേടനെ പോലത്തെയുള്ള ഒരു കാടനെ അതല്ലെങ്കിൽ ഒരു വൃത്തികെട്ടവനെ തടയാൻ ആരും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരിക്കെ ആദർശ് വേണുഗോപാലിന്റെ സംഘടന ശ്രീരാം സേന എന്ന് പറയുന്ന ആ സംഘടന അതിന്റെ പ്രാധാന്യം വലുത് തന്നെയാണ്. മോനെ, ഈ രാമായണം എഴുതിയത് ആരാന്നറിയില്ലേ? ഒരു ദളിതനായിട്ടുള്ള ആളാ. അതറിയാം എനിക്ക്. വേടനെ പോലെയുള്ള വൃത്തികെട്ടവനെ എന്നാ പറയുന്നത്. വേടന എന്ത് വൃത്തികേട വേടൻ ചെയ്തെന്ന് പറയടോ? കഞ്ചാവ് വലിച്ചു ഞാനത് നിർത്തി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അത് നിർത്തി എന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് എത്ര കേസിൽപ്പെട്ട ബൈജു ആണ് ഒരു മനുഷ്യനെ ഇത്തരം വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന നിങ്ങൾ കണ്ട? ഇതാണ് ബൈജുവിന്റെ സംസ്കാര ശൂന്യമായിട്ടുള്ള അസംസ്കൃത കുസ്കൃതം. തീരെ ബോധമില്ലെങ്കിൽ എന്താ നമ്മള് പറയാ? ഇതിന് മറുപടി നല്ലപോലെ പറയാൻ അറിയണ്ടില്ല. നിന്നെ കുറിച്ച് ചെയ്യുന്ന ഈ വീഡിയോയിലെങ്കിലും ഞാൻ നല്ലപോലെ സംസാരിക്കാൻ പറ്റുമോ നോക്കട്ടെ. കഴിയൂല എന്നാലും എന്തായാലും ശ്രീരാമസേനയുടെ ആള് പറയണ കേൾക്കാം. ശ്രീരാമസേനയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ സംഘടനയെ സംബന്ധിച്ചിട്ട് ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ കാലങ്ങളായി കർണാടകയിലടക്കം ഒരുപാട് ലഹരി വിഷയങ്ങൾക്കെതിരെ നിരന്തരം നിയമപരമായിട്ടും അല്ലാതെയുമൊക്കെ പോരാടുന്ന സംഘടനയാണ്. ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കലാകാരനാണ്. പക്ഷേ അദ്ദേഹം നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രാക്കിനെയാണ്, അദ്ദേഹത്തിന്റെ ആ യാത്രാ പദത്തിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അതായത് അദ്ദേഹം ചെറിയൊരു ലഹരി ഉപയോഗിച്ചിരുന്നു, അത് നിർത്തിയത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവരതിനെ പിന്നാലെ നടക്കുന്ന ആളുകളാത്രേ, അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ശ്രീരാമസേനയുടെ ആള് എന്തോ പറയുന്നേ. വി കെ ബൈജുവിന്റെ അടുത്ത് നിന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോ വി കെ ബൈജു നിങ്ങളൊന്ന് പൊക്കിത്തരും. ആ പൊക്കിത്തരുന്നത് കേട്ട് കഴിഞ്ഞ് നിങ്ങൾ വെറുതെ പൊന്താൻ നിൽക്കണ്ട, മണ്ടത്തരായി പോകും. അതത്രേ ഉള്ളൂ. ഈ കഞ്ചാവ് എന്താന്ന് ഞാൻ പറയണ്ടല്ലോ, എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. എടോ, നിങ്ങളുടെ മെയിൻ സാധനം ശിവമൂലി എന്നൊക്കെ പറയുന്നുണ്ട് പല ആളുകളും. എന്റെ പൊന്നു മോനെ, കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പൊട്ടത്തരം പറയല്ലേ. വേടന്റെ പോക്ക് ശരിയല്ല പോലും. നീ മുന്നിൽ പോയിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് മുന്നിൽ നടക്ക്, എന്നിട്ട് വഴി പറഞ്ഞു കൊടുക്ക്. അദ്ദേഹം ഇപ്പൊ നിലവില് പ്രസന്റ് ഇപ്പൊ പാലക്കാട് നടന്ന പരിപാടിയെ സംബന്ധിച്ചല്ല നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത്. അതിന് മുൻപ് നടന്നിരുന്ന വേടന്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയെയും രാജ്യത്തിനെതിരെയൊക്കെ വളരെ മോശമായ രീതിയിൽ പരാമർശിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് അതിപ്പോ സകല ചാനലുകളിലും അത് വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അഡ്വക്കേറ്റുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് നമ്മളിപ്പോ രാജ്യദ്രോഹ കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മളിപ്പോ പരാതി കൊടുത്തിട്ടുള്ളത്. എന്റെ പൊന്നു മോനെ, ഈ രാജ്യത്തുള്ള ഏത് ഭരണാധികാരിയെ കുറിച്ചും നമുക്ക് നമ്മുടേതായ രീതിയിൽ അവരെ വിമർശിക്കാം. അത്ര വിമർശനങ്ങൾ ആദർശപരമായിട്ട് നമുക്ക് എതിർക്കാം, കുഴപ്പമൊന്നുമില്ല. നിയമപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞതിന്റെ 100 ഇരട്ടി വർഗീയത പറഞ്ഞ ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. അവർക്കെതിരെയൊക്കെ എന്ത് നിയമ നടപടിയാണ് എടുത്തിട്ടുള്ളത്? ഒരു തേങ്ങാക്കൊല എടുത്തില്ല. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, BJP പറയാ മിനി കൃഷ്ണ കേസ് കൊടുത്തപ്പോ BJP പറഞ്ഞ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തു, ആ വീഡിയോയിലടക്കം നമ്മുടെ മേജർ രവിയും പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടുത്തെ നിങ്ങളുടെ പ്രസിഡന്റ് അല്ലേ BJPയുടെ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. BJP കൃത്യമായിട്ടൊരു നിലപാടുണ്ട്, വേടനെതിരെ കേസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത്. എന്തുകൊണ്ട് തയ്യാറല്ല? ഇപ്പോ കേസ് മാങ്ങാത്തോലി എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന ഈ ഇലക്ഷന് വോട്ടിന്റെ എണ്ണം നല്ല 1.5 കുറയും. പേടി കാരണമാണ്. അപ്പൊ BJPക്ക് നന്നായിട്ട് പേടി വന്നിട്ടുണ്ട് വേടനെ. ആദ്യം വേടനെ ഒന്ന് ചൊറിയാൻ ചെന്നപ്പോ അവിടെ നല്ല കിട്ടുന്ന മനസ്സിലായപ്പോ മൂലക്കരിക്കുക.
ഇപ്പൊ ശശികലയെ പോലെയുള്ള ആളുകൾ, നിന്നെ പോലെയുള്ള കുറെ എണ്ണങ്ങളാണ് കിടന്ന് കുരയ്ക്കുന്നത്. ആ കുര അത് അവിടെ സൈഡിലിരുന്ന് തന്നെ കുരച്ചു, ഒരു കുഴപ്പമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. വേടൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ റൈറ്റ് പാത്തിലൂടെ തന്നെയാണ് പോണത്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ചില ആളുകൾ അവിടുന്ന് ഇവിടുന്ന് ഇതുവരെ കേൾക്കാത്ത ആളുകളൊക്കെ പൊന്തി വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ അറിഞ്ഞു, ഇപ്പൊ പാലക്കാട് ഒരു കൗൺസിലർ ആയിട്ടുള്ള മിനി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു ലേഡി, ഇയാൾക്കെതിരെ NIA-ക്കും അതല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനൊക്കെ പരാതി കൊടുത്ത വിവരമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമ്മൾക്കറിയാം. അയാൾ മയക്കുമരുന്ന് കൈവശം വെച്ചു, അയാൾ അത് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും അയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ അയാളെ ജാമ്യത്തിൽ വിട്ടതിന് ശേഷം അയാളെ തന്നെ ഒരു റോൾ മോഡലാക്കി ഇടുക്കിയിലും പാലക്കാടും ഒക്കെ പിണറായി വിജയന്റെ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുക. മാത്രമല്ല അതിന്റെ ഇടതുവശത്ത് നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന വലിയൊരു മുദ്രാവാക്യം, വലതുവശത്ത് വേടന്റെ ഈ കഞ്ചാവടിയന്റെ വലിയൊരു പ്രോഗ്രാമിന്റെ ചിത്രവും അതല്ലെങ്കിൽ വീഡിയോസും ഒക്കെ. ഈ ഒരു ഇരട്ടത്താപ്പിനെ കൂടി നമ്മൾ ആൻസർ ചെയ്യേണ്ടതല്ലേ? ആൻസർ തരാം. അതായത് ഒരാളൊരു ദുശീലത്തിൽ പെട്ടു, ആ ദുശീലം അയാൾ നിർത്തിക്കഴിഞ്ഞാൽ നാട്ടുകാർ പറയും അയാൾ ആ ദുശീലം ചെയ്യുന്ന ആളാണെന്നുള്ളത്. ചില ആളുകൾ അത് പിന്നെ ചെയ്യേയില്ല, എന്നാലും അയാൾ അതാ പറയും. ഇപ്പൊ വേടൻ അത് ചെയ്തു, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ ചെയ്യുന്നില്ല, എന്നാലോ അത് ചെയ്യുന്നു എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അതിപ്പോ VK ബൈജിന്റെ കാര്യം തന്നെ എടുക്കാം. VK ബൈജു ചെറുപ്പത്തിൽ അപ്പി വാരി തിന്നിരുന്നു ചെറിയ കുട്ടിയാകുമ്പോ. ആ വീട്ടുകാരത് തിരുത്തി കൊടുത്തില്ല, അത് തിന്നോട്ടെ, അത് ഒരു കുഴപ്പമില്ല, നല്ലതാന്ന് പറഞ്ഞിട്ടെ. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പൊ ജീവിതകാലം മുഴുവൻ തിന്നോണ്ടിരിക്കുകയാണ്. അതിപ്പോ ഒരാൾ തിരുത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ VK ബൈജു നിർത്തിയിരുന്നെങ്കിൽ പോലും വീട്ടുകാർ പറയുമല്ലോ അവൻ അപ്പി തീറ്റക്കാരനാണെന്ന്. അത്രേ ഉള്ളൂ. അതായത് ഇവൻ അത് ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ നിർത്തിക്കണം, അത്രേ ഒരു കുറച്ച് കാലത്ത് തന്നിട്ടുള്ളൂ, അപ്പൊ നിർത്തിക്കണ്. എന്നാലും ഇപ്പോഴും വീട്ടുകാർ പറയാണ്. അങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വശത്ത് സേ നോ ടു ഡ്രഗ്സ് എന്നും മറുവശത്ത് ഒരു കഞ്ചാവ് കേസിലല്ലേ ലഹരി ഉപയോഗിച്ച കേസിൽ പ്രതിയായ ആളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒരു പുണ്യാളനാക്കാനും നവോത്ഥാന നായകനാക്കാനും ഒക്കെയുള്ള ശ്രമം ഇവിടെ വളരെ ഗൂഢമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരിക്കും സർക്കാരിന്റെ ഭാഗത്തുള്ള വലിയൊരു വീഴ്ച തന്നെയാണ്. അതെ. സർക്കാർ ഒരു 4 നില ബിൽഡിങ്ങിന്റെ മുകളിൽ താഴേക്ക് ഒറ്റ വീഴ്ച, 1.5 വീഴ്ച വീണ്. ഒന്ന് പോടം മണ്ടന്മാരെ. ഈ 2 മണ്ടന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് പിന്നെ ഇവിടെ അഡിഷൻ സെന്റർ ഒക്കെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഏതോ ഒരു ആള് പറഞ്ഞൊരു കാര്യമാണ്, ഏതെങ്കിലും ഒരാളെ വല്ല കളവ് കേസിലും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു കൊണ്ടേ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജയിലിലേക്ക് ആക്കി കഴിഞ്ഞാൽ ആ ജയിലിൽ നിന്ന് അയാളെ നല്ല മനുഷ്യനാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അത്ര നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ അതത്ര നിയമം. അതായത് കുറെ ആളുകളെ രക്ഷപ്പെട്ടു വരുന്നതാണല്ലേ. ആരെങ്കിലൊക്കെ കൊന്ന ആളുകളായിരിക്കും 12 പാലിലൊക്കെ കിടന്നിട്ട് അയാൾ നല്ല നടപ്പാണെന്ന് പറഞ്ഞിട്ട് വെറുതെ വിടും. അതായത് നമ്മുടെ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അഡിഷൻ സെന്ററിൽ വിടുന്നതും അയാൾ നന്നായി എന്നുള്ളൊരു കാര്യത്തിനാ. പക്ഷെ അയാൾ നന്നായി കഴിഞ്ഞാലും ഇവര് നന്നാവാൻ സമ്മതിക്കൂല. അവൻ നല്ലതല്ല എന്ന് ഇവർ ഇങ്ങനെ കുരച്ചോണ്ടിരിക്കും. അതാണ് ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെന്ത്? ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കേരളത്തിൽ ഇപ്പൊ നമ്മളൊരു പരാതി കൊടുത്തതിന്റെ പേരിൽ FIR ഇടുമെന്നും നീതിയുക്തമായ രീതിയിൽ അതിനെ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ പോലീസ് അതിനെ കൊണ്ടുപോകും നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഇത് കേരളമാണ്, ഇതൊരു പ്രത്യേക രാജ്യമായിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു കൃത്യമായ തെളിവുകളോട് കൂടി തന്നെ, അതായത് ആ വീഡിയോയുടെ ലിങ്ക് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പരാതി കൊടുത്തിട്ട് പോലും ചിലപ്പോൾ അതിന് പോലീസ് ചിലപ്പോൾ FIR ഇടണമെന്നില്ല. കാരണം ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അങ്ങനെയാണ്. വേറൊരു രാജ്യം തന്നെയാണ് കേരളം. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സംഖ്യകളെ തീരെ അങ്ങ് കൂടെ ഇരുത്താറില്ല. അതുകൊണ്ടാണ് മോനെ. ഇനി ഇപ്പൊ പറഞ്ഞു ഇത് നിയമവശങ്ങൾ ആലോചിക്കുമെന്നുള്ളത്. ഇയാളുടെ പ്രോഗ്രാം തടയുന്ന രീതിയിലേക്ക് നീക്കമുണ്ടോ ശ്രീരാമസേനയ്ക്ക്? നമ്മളതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വേടൻ ഇനിയും വീണ്ടും ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമയായിക്കൊണ്ട് ലഹരി കൂത്താട്ട പരിപാടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീരാമസേന അതിന് തടയിടാനായിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. പരാതിയിലും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ നാളെ മുതൽ വേടന്റെ ഇടത്ത് അല്ലെങ്കിൽ വലത്ത് ഇവ ഉണ്ടാവും. എന്നിട്ട് വേടം വല്ലത് ഉപയോഗിച്ചില്ലേ എന്ന് കണ്ടെത്തും. എന്നിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ വിളിക്കും, മക്കളെ വലിച്ചടാ അല്ലെങ്കിൽ തിന്നടാ കുടിച്ചടാ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് പ്രശ്നം ഉണ്ടാക്കാന്ന് പറയുന്നത്. നിന്നെ കൊണ്ടൊരു തേങ്ങാക്കുലി നടക്കും എനിക്ക് തോന്നില്ല മോനെ. കാരണം അയാളുടെ പിന്നാലെ അത്യാവശ്യം നല്ല ബോഡി ഗാർഡ്സ് ഉണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന അത്ര ജനങ്ങളും ഉണ്ട്. നീ അവിടെ ഓരോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ 8ന്റെ പണി അവിടുന്ന് കിട്ടും. ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട. അയാൾ മാന്യമായിട്ട് പൊതുവേദിയിൽ പറഞ്ഞ കാര്യ ഞാൻ ഇനി വലിക്കില്ല, നിർത്തി എന്നുള്ളത്. പിന്നെ നിങ്ങൾ എല്ലാരും അവിടെ കൊണക്കാൻ നിൽക്കണ്ട. അയാൾ നിർത്തി, അയാൾ തീരുമാനമെടുത്ത് ആ തീരുമാനത്തിനോട് യോജിച്ച് മുന്നോട്ട് പോകാന്നല്ലാതെ ഇനി അയാൾ പരിപാടി അവതരിപ്പിക്കുമ്പോ ഞങ്ങളൊന്ന് കാണട്ടെ, അയാൾ കുടിച്ചിട്ടും വലിച്ചാ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങളത് തീർത്തേരാന്ന്. എന്ത് തേങ്ങാക്കൊല നിങ്ങൾ തീർക്കാൻ പോണത്? അപ്പൊ നാളെ മുതൽ ആ മെഷീനൊക്കെ ആയിട്ട് നടക്കാൻ പോവാണോ? അതായത് ഇത് വലിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ കണ്ടുപിടിക്കാനുള്ളത്? വേറെ പണിയൊന്നുമില്ല മോനെ. വല്ല കൂലിപ്പണി എടുത്ത് കുടുംബം നോക്കടേ, വേറെ പണിക്കും പോടേ.
ഇപ്പൊ നമുക്കറിയാം കാശ്മീരിൽ നമ്മുടെ ജനങ്ങൾക്കെതിരെ മതം ചോദിച്ചുകൊണ്ട് തുണി പൊക്കി നോക്കിക്കൊണ്ട് നീ ഹിന്ദുവാണോടാ നീ കാഫിറാണോടാ എന്ന് വ്യക്തത വരുത്തിക്കൊണ്ട് ഇസ്ലാമിക ജിഹാദികൾ പാകിസ്ഥാൻ ഭീകരന്മാർ നടത്തിയ ആക്രമണമൊക്കെ കണ്ട് അതിന്റെ ആ നടുക്കം മാറി അതിനുശേഷം ഭാരതം കൃത്യമായിട്ടും അവർക്ക് മറുപടി കൊടുത്തൊക്കെ ഇരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ കൃത്യമായിട്ടും ഈ കാശ്മീരിൽ നടത്തുന്ന ഈ ഭീകരവാദികളെ എന്നിട്ടും ഈ പാകിസ്ഥാൻ അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യമാണ് എന്നതിന്റെ പേരിൽ മാത്രം അവരെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളികളായിട്ടുള്ള ഒരുപാട് മുസ്ലിം നാമധാരികളെ അറസ്റ്റ് ചെയ്ത വിവരമൊക്കെ വന്നു. എന്തുകൊണ്ടായിരിക്കാം വേടന്റെ വരികളിൽ ഈ പഹൽഗാം വരാത്തത്? പാലക്കാട് വാളയാറിലെ കുരുന്നു മക്കൾ എന്താണ് വരാത്തത്? എന്തിനേറെ ഈ ഒരു സ്ത്രീ ബിന്ദു എന്ന് പറയുന്ന ഒരു ആദിവാസി ഒരു ദളിത് സ്ത്രീയാണ്. ആ ദളിത് സ്ത്രീയെ വ്യാജ മോഷണ കുറ്റം ചാർത്തിക്കൊണ്ട് ഒരു ദിവസം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പോലീസ് വളരെ പീഡിപ്പിച്ച് ആ വിഷയം വരാത്തത്. ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉയർത്തി കാണിക്കാനുണ്ട് എന്നിരിക്കാം. ഇവിടുത്തെ വിഷയങ്ങൾ പറയാതെ ഇവൻ ജിഹാദികളുടെ ഒരു ടൂളാണ് എന്ന് വ്യക്തമാവുന്ന രീതിയിൽ, അന്നം കഴിക്കുന്നവർക്ക് വ്യക്തമാവുന്ന രീതിയിൽ ഇസ്ലാമിക ജിഹാദികളുടെ അമേദ്യം ഭക്ഷിക്കുന്നവന് മനസ്സിലാവില്ല എന്നുള്ളതാണ് സത്യം. ഇത്തരത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഇവന്റെ വരികളിൽ ഇത് മാത്രം മുഴച്ചു നിൽക്കുന്നത്? ആ ഒരു രീതിയിലുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് എന്തായിരിക്കാം? പൊന്നു മോനെ, ഈ പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ തീവ്രവാദികൾ അഴിഞ്ഞാട്ടം നടത്തിയെന്ന കാര്യം തർക്കമൊന്നും വേണ്ട. ആ ഒരു വിഷയമായി ബന്ധപ്പെട്ട് മേജർ രവി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഇന്ത്യക്കകത്ത് വർഗീയത ഉണ്ടാകാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണെന്ന്. അത് കൂട്ടുപിടിച്ചത് മൊത്തം BJP-ക്കാരാണ്. അത് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്തു. ശരിയാണ്, കുറെ ആളുകൾ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ട ആളുകളെ, വെറും കമന്റ് ഇട്ട ആളുകളെ. നേരെ തിരിച്ച് ഇന്ത്യയുടെ പല കാര്യങ്ങളും ചോർത്തി കൊടുത്ത ഒരുപാട് RSS-കാരെയും BJP-ക്കാരെയും കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നീ മറക്കരുത്. അതായത് എല്ലാതും കണക്കാ എന്നൊരു കാര്യം. തീവ്ര മനോഭാവമുള്ള എല്ലാവരും ഒരേപോലെയാണ്, അത് മനസ്സിലാക്കണം. അപ്പൊ അതും കൂടി വിളിച്ചു പറയണം. വെറുതെ കിടന്ന് കൊണയ്ക്കുമ്പോ അതും കൂടി വിളിച്ചു പറയണം. എന്റെ അഭിവൈജയെ, നമ്മൾ വേടനെ ആഘോഷിക്കുന്ന ഈ കേരള സമൂഹം മറന്നുപോയ മറ്റൊരു പേരുണ്ട്, അട്ടപ്പാടിയിലെ മധു എന്ന് പറയും. ഒരിക്കലും നീതി കിട്ടാത്ത, അല്ലെങ്കിൽ കേരളം നീതിപൂർവമായി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാത്ത, അദ്ദേഹത്തിന് നീതി കൊടുക്കാത്ത ഒരു നാടാണ് കേരളം. ആ കേരളത്തിൽ നിന്നും ഇതിനപ്പുറം നമ്മൾ മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ്? സംഭവം ഉദ്ദേശം മനസ്സിലായില്ല മോനെ. ഇപ്പൊ ഇയാൾ എഴുതേണ്ട വരികള്, അതായത് വേടൻ എഴുതേണ്ട വരികള് ഇതൊക്കെയാണ് എന്ന് ഇവരാണ് തീരുമാനിക്കുന്നത്. വേടന്റേതായ സ്വാതന്ത്ര്യവും മൗലിക അവകാശങ്ങളൊക്കെ ഉണ്ട്, അദ്ദേഹം എഴുതിക്കോളും. അപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ എഴുതണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് മണ്ടത്തരം വിട്ടിത്തരാ. ഒരു കാര്യം ചെയ്യും മോനെ, നീ എഴുതി, നീ പാട്. എന്റെ വേടനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം എന്താ? നീ എഴുതി, നീ പാട്. എന്റെ ബൈജുവെ നീ പാടിക്കാണിക്കടാ. പിന്നെ ആരാണ് ശിവസേനയുടെ ആളാ? എന്താണ് ശിവസേനല്ല, ശ്രീരാമസേനയുടെ ആളാണ് ആകാശോ, ആദർശല്ലേ? ആദർശം നീ പാടിക്കൊടുക്കടാ, നീ പാടിക്കൊടുക്ക്. ശരിയാണ്, ഇവിടെ ഇന്നും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോ ആദിവാസി യുവാക്കളുടെ നേരെ, യുവതികളുടെ നേരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ കാര്യം നിങ്ങൾ തന്നെ തുറന്നു കാണിക്കും, നീതി കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളത്. ആ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു വ്യക്തിയാണ് വേടൻ. അപ്പൊ നിങ്ങൾ പോകുന്ന വഴിയാണ് കറക്റ്റ് അല്ലാത്തത്, വേടൻ പോണ കറക്റ്റ് വഴിയിലൂടെ. ഓക്കെ, മാന്യ പ്രേക്ഷകരെ, ഇതുവരെ നട്ടലോടുകൂടി വേടൻ എന്ന് പറയുന്ന കഞ്ചാവോളി, ഇപ്പൊ ശശികല ടീച്ചർ വിളിച്ച വാക്കിലെ അത് തന്നെ കൂട്ടിച്ചേർക്കുകയാണ്. ശശികല ടീച്ചറെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ കൂട്ടമായി ആക്രമിക്കുന്ന ഇസ്ലാമിക ജിഹാദികളോട് പറയാനുള്ളത്, കഞ്ചാവ് അടിക്കുന്നവനെ കഞ്ചാവോളി എന്ന് തന്നെയാണ് വിളിക്കുക. അല്ലാതെ നീയൊക്കെ നിന്റെ വീട്ടിലെ പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കുക. അതല്ലാതെ ഇവിടെ മാന്യമായി ജീവിക്കുന്ന ഓരോ കുടുംബത്തിനുമുള്ള പെൺകുട്ടികൾക്ക് വരെ ഭീഷണിയായിട്ടുള്ള കഞ്ചാവും അതല്ലെങ്കിൽ അതിന് മുകളിലും താഴെയും ഒക്കെയുള്ള ഒരുപാട് മയക്കുമരുന്ന് അടിച്ച് ഇവിടെ കൂത്താടുന്ന കേരള ജനതയെ ആ കൂത്താട്ടത്തിലേക്ക് നയിച്ച, ആ കൂത്താടുന്ന ആളുകളെ നായക സ്ഥാനത്ത് നിർത്തി ഇവിടെ ഭരിക്കുന്ന പാർട്ടി തന്നെ മാറുമ്പോൾ അതിന് മാനാഭിമാനമുള്ള ഞങ്ങളെ പോലെയുള്ള ആളുകൾ സമ്മതിക്കില്ല. അതിന് അവന് വേടനായാലും വേണ്ടില്ല, ഏതൊരുത്തനായാലും വേണ്ടില്ല, കഞ്ചാവടിയൻ കഞ്ചാവോളി തന്നെയാണ്. ആ കഞ്ചാവോളിയെ നീ നിന്റെ വീട്ടിൽ കയറ്റിക്കെടുത്തിക്കോ, ഞങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല. ഞങ്ങളുടെ സംസ്കാരമായാലും ഞങ്ങളുടെ അഭിമാനമായാലും അത് ഉയർത്തി പിടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ നാട്ടിൽ ഇവിടെ ഹിന്ദുക്കളെ ഛിന്ന ഭിന്നമാക്കുന്ന രീതിയിലേക്ക് വേടന്റെ വാക്കുകൾ ആഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടിയുമായി വന്നിട്ടുള്ള ഈ ശ്രീരാം സേനയുടെ പ്രവർത്തകരെ, ശ്രീരാം സേനയെ അഭിനന്ദിക്കേണ്ടത് തന്നെയുണ്ട്. കാരണം ഇവിടെ നൂറുകണക്കിന് ഹിന്ദു സംഘടനകളുണ്ട്, വലുതും ചെറുതുമായിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഘടനകളൊന്നും തന്റെ ഇടത്തോടെ പറയാത്ത ചില വാക്കുകൾ ശ്രീരാമസേന പറയുന്നുണ്ട്. എനിക്ക് രാഷ്ട്രീയമല്ല വലുത്, രാഷ്ട്രമാണ് വലുത് എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ആളുകൾക്ക് ശ്രീരാമസേനയുടെ പ്രഖ്യാപനം വലിയ ഗംഭീരമായിട്ടുള്ള കയ്യടി കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ്. എന്റെ പൊന്നു മോനെ, നീ കത്തിക്കേറല, നിക്ക് കോണ നിർത്ത്. കഞ്ചാവ് വലിക്കുന്നവനെ കഞ്ചാവോളി എന്ന് വിളിക്കും എന്നാണ് പറഞ്ഞത്. അപ്പി തിന്നുന്നവനെ അപ്പി ബൈജു എന്നും വിളിക്കും. നിന്റെ പേര് ഇപ്പൊ കറക്റ്റാന്ന് മനസ്സിലായി. വെറുതെ അനാവശ്യമായിട്ട് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറേണ്ട ഒരു കാര്യമില്ല. ഈ വിഷയത്തില് ഇവിടെയുള്ള ഹൈന്ദവരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് തന്നെയാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ നിറത്തിന്റെ ഒരു കാര്യമാണ്, അത് പൊതുവായിട്ടുള്ള കാര്യം. നിറത്തിന്റെ കാര്യം, ജാതീയമായിട്ട് അധിക്ഷേപം നടക്കുന്നുണ്ട് എന്ന കാര്യം വേടം തുറന്നു പറയുന്നു. അത് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഇതാ വീണ്ടും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് പറയുന്ന വാക്കാണ്, എന്തുകൊണ്ട് ബിന്ദുവിനെ കുറിച്ച് പാട്ട് എഴുതിയില്ല,
പിന്നെ ഇന്ന ആളെ കുറിച്ച് പാട്ട് എഴുതില്ല, മധുവിനെ കുറിച്ച് പാട്ട് എഴുതിയില്ല എന്നുള്ളത്. വേടൻ പറഞ്ഞ കാര്യം എന്താ? ഇവിടെ ജാതീയമായിട്ട് അധിക്ഷേപം നടന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാ. ആ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ വേടന്റെ ഭാഗത്ത് എന്ത് തെറ്റല്ലേ? വേടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പിന്നെ ഒരാളുകളെ മനഃപൂർവ്വം കൊണ്ട് വിളിച്ചു കൊടുത്തിട്ട് ഈ കെ ബൈജു അങ്ങ് പിരികേറ്റി വിടും. ഈ പിരി കയറിക്കൊണ്ട് ഇവറ്റക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബൈജു ഒന്നും ഉണ്ടാവില്ല. അവർ വെറുതെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെയുള്ള വേറെ പൊട്ടത്തരങ്ങൾ വന്ന് പെടും. ഇവിടെ വേടന്റെ ഭാഗം പക്കയാണ്, കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതിൽ നിങ്ങളായിട്ട് ഇനി പുതിയൊരു വര വരച്ച് ഇതിൽ കൂടെ പോവാന്ന് പറയേണ്ട കാര്യമില്ല. അതിൽ കൂടെ പോവില്ല. കാരണം അവന്റെ പേര് കിരൺദാസ് മുരളി എന്നാണ്. അപ്പൊ വീണ്ടും വരാം പുതിയ വാർത്താ വിശേഷങ്ങളുമായി. അതൊരു സന്ദീപ് സൈനിങ് ഓഫ്.